അടിപൊളി ക്യാപ്ഷൻസാ. ഈ ക്യാപ്ഷൻ പിഷാരടി പറഞ്ഞു തന്നായിരിക്കും. പിഷാരടി ഇങ്ങനെ വന്ന് ധർമ്മജനം അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വാരാറുണ്ട്, കളിയാക്കാറുണ്ട് അല്ലെ? അതേപോലെ തമാശ കേൾക്കണം. അവന്റെ തമാശ നിങ്ങട്ട് എനിക്ക് പൊട്ടിച്ചിരി വരില്ല. പാവം ഫിഷു. ഈ ഉദ്ഘാടനത്തിനൊക്കെ പോകാൻ നേരത്ത് ഓരോരുത്തർ തരുമല്ലോ, അത് ചിലപ്പോൾ 1000 രൂപയുടെ 500 രൂപയുടെ ഒക്കെ ഇതായിരിക്കും. ഒരു പൊന്നാടയും ഉണ്ടാവും. ഇത് വെക്കാൻ വേണ്ടിട്ട് നമ്മള് 75,000 രൂപയുടെ ഷെൽഫ് പണിയണം. അപ്പൊ അതുകൊണ്ട് അതില് ഇല്ല. പിന്നെ അവിടെ ഉണ്ട് മേളിലൊക്കെ ഇട്ട് കുറെയൊക്കെ താഴ്ത്തുണ്ടായത് പറഞ്ഞ പോലെ വെള്ളപ്പൊക്കവും കൊണ്ടുപോയിട്ടുണ്ട്. 2 വർഷം മുമ്പ് ഞാൻ ഈ ബോർഡിന്റെ അടുത്ത് വീഡിയോ ചെയ്തപ്പോ ധർമ്മൻ ചേട്ടൻ വീട്ടിലില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ ധർമ്മൻ ചേട്ടൻ വീട്ടിലുണ്ട്. ഹലോ ചേട്ടാ, സ്വാഗതം പറഞ്ഞല്ലോ അല്ലേ? താങ്ക് യു. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. അമ്മയുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാരും ഒക്കെ കണ്ടോ? ഫ്രണ്ട്സിനെയൊക്കെ എല്ലാരെയും കണ്ടു. വർഷത്തിലൊരിക്കല് നമ്മളെല്ലാരും കൂടി കൂടുന്നല്ലേ, അത് അടിപൊളിയായിരുന്നു അല്ലേ? ഒന്നും വേണ്ടിട്ടല്ല, അതൊരു ചടങ്ങാണ്. ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ആരാണ് പുതിയ ഇടവേള ബാബു ചേട്ടന്റെ സ്ഥാനത്തേക്ക് ആരാ വന്നേക്കണേ? സിദ്ദിഖ്. എല്ലാരും കൂടി നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു. അതെ, വിജയിപ്പിച്ചു. ഇത് ബാബുച്ചേട്ടന്റെ ബുക്കോ? ഇന്നലെ കിട്ടിയതാ? അത് അവിടെ വെച്ചിട്ട് പ്രകാശനം ചെയ്തതാണ് ആ വേദിയിൽ വെച്ചിട്ട്. ആത്മകഥ അല്ലേ? ഇടവേളകളില്ലാതെ ഇടവേള ബാബു വായിച്ചു വന്നിട്ട്. ഇത് എല്ലാവർക്കും ഒന്നും കൊടുത്തിട്ടില്ല. അവിടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് അവിടെ വെച്ച് കൊടുക്കണുണ്ട്. പിന്നെ എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അവിടെ ഇരുന്നതിൽ. ഞാനത് അതിന്റെ റൈറ്റർ എന്റെ വളരെ അടുത്ത സുഹൃത്തായതുകൊണ്ട് ഞാൻ ചെന്ന് മേടിച്ചതാ. അതാ വന്നപ്പോ തന്നെ വായിച്ചു തീർക്കുകയും ചെയ്തു. പിന്നെ മണവാളിനും മണവാട്ടിയും സുഖമായിട്ടിരിക്കുന്നു. മണവാട്ടി ക്യാമറ മുമ്പിൽ വരൂലല്ലേ? വഴക്കണേങ്ങൾ മണവാട്ടി ക്യാമറയൊക്കെ പുറകിൽ നിന്നിട്ട് ഹായ് ഒക്കെ പറയുന്നുണ്ടല്ലേ? പിന്നെ എന്തൊക്കെയാണ് വിശേഷം? ഒന്നുമില്ല, അങ്ങനെയൊക്കെ പോണു. സന്തോഷമായിട്ട് ഉണ്ട്. അടുത്ത വർക്കൊക്കെ തുടങ്ങാനായിട്ട് 3-4 ദിവസത്തൊക്കെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പുതിയ സിനിമ ഇറങ്ങാൻ പോണ അതിന്റെ പ്രൊമോഷൻ വർക്കുകളുണ്ട്. എറണാകുളത്ത് വെച്ച് തന്നെയാണ്. നമ്മൾ വിശദമായിട്ട് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടേ. പിന്നെ നമ്മളിങ്ങനെ ചുമ്മാ വന്ന് ചേട്ടനെ കൊണ്ടൊരു കാഷ്വൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുകയാണ് അല്ലേ? അപ്പം അത് നമുക്ക് നമ്മൾ യൂട്യൂബിലാണ് ഇടുന്നേ. അത് യൂട്യൂബിലായിട്ടോ ചേട്ടാ ഇടുന്നേ. ഇത് ചേട്ടന്റെ അവാർഡും കാര്യങ്ങളൊക്കെ. പാപ്പിയ പച്ചാനെയാണല്ലോ നടുക്കിരിക്കുന്നേ. ആദ്യം കിട്ടിയ മെമെന്റോ. ആദ്യം അഭിനയിച്ച പടം തന്നെ 101 ദിവസം ഓടി. അമ്പോ, അതിന്റെയാണ് മെമെന്റോ. നമ്മുടെ പണ്ടത്തെ സിനിമാലയുടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? മെമെന്റോസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. ഇതിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ. ഇതിനുണ്ട് അല്ലേ? അതിനത്രക്ക് ഉണ്ടാവില്ല. മറ്റേന് ഭയങ്കര വെയിറ്റ് ആണ്. ഇതിനൊക്കെ വെയിറ്റ് ഉണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ പിടിച്ചപ്പോ നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. രണ്ടും ഏഷ്യാനെറ്റ് അവാർഡ് ബെസ്റ്റ് ആക്ടർ ഇൻ ഹ്യൂമറസ് റോൾ ധർമ്മജൻ. അതൊക്കെ തന്നെ. ഇത് രാമു കാര്യട്ട് അവാർഡ്. മൊത്തം എത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട്? എണ്ണിയാ? ഒരെണ്ണം തന്നിട്ടില്ല. അത് രണ്ടും ലണ്ടൻ ആനന്ദ് ഫിലിം TV അവാർഡ് UK. ആനന്ദ് TV അല്ലേ? ഫിലിം അവാർഡ്സ്. പിള്ളേരൊക്കെ സ്കൂളിൽ പോയി. മെയിൻ ഉള്ള ഒരു ഇതാണ് സിനിമാലയുടെ 1000 എപ്പിസോഡിന്റെ. ഇതാണ് സിനിമാല. 1000 എപ്പിസോഡിന്റെ. അത് കളിമണ്ണിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ആരാധകൻ സമ്മാനിച്ച. കളിമണ്ണിലാണോ ഇത്? ഞാൻ ആദ്യം ഇത് പെയിന്റിംഗ് ആണെന്ന് വിചാരിച്ചു. ഇത് അതേപോലെ ടൈലിൽ ചെയ്തതാ. ഏത്? ഇത് ടൈലാണ്. എന്നിട്ടത് ഫ്രെയിം ചെയ്ത് വെച്ച് ഇങ്ങനെയൊന്നറിയാൻ പാടില്ല. ഇങ്ങനെ കൊണ്ടുവന്ന് തന്നു ചേട്ടന്. അതെന്റെ മോൾ അഭിനയിച്ച ഷോർട്ട് ഫിലിം. ഇളയാള്. അത് ബലൂൺ. ആൾക്ക് ഇഷ്ടമാണോ അഭിനയിക്കാനൊക്കെ? ആദ്യം ഒരു ഷോർട്ട് ഫിലിമിന് അഭിനയിച്ച് അത് കഴിഞ്ഞ് ജോഷ് സാറിന്റെ പടത്തിലാണ് സിനിമയിൽ അഭിനയിച്ചത്. ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ മറന്നുപോയി. ഞങ്ങൾ അന്ന് ആദ്യം വന്നല്ലോ ഇവിടെ. അപ്പൊ അന്നാണ് തോന്നുന്നു ഇവർക്ക് ഇതൊക്കെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞത്. ഇപ്പോഴും ആ അഭിനയിക്കാനുള്ള ഇഷ്ടം മക്കൾക്കുണ്ട്. അങ്ങനെ അഭിനയിക്കാൻ പറഞ്ഞാൽ അഭിനയിക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഞങ്ങൾക്ക് അഭിനയിക്കാനാണ് ഇഷ്ടം എന്നൊക്കെ? പാഷൻ അങ്ങനെയൊന്നുമില്ല. അച്ഛനും പറഞ്ഞിട്ടില്ല? ഇല്ല. ഇവിടെ ഒരുപാട് ഫോട്ടോസ് ഒന്നുമില്ല. അത് ഫാമിലി ഫോട്ടോ. അത് എന്റെ സിനിമാല ടീമിന്റെ ഫോട്ടോ. ഇത് മാത്രമാണ് ഇവിടെ അങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഈ റൂമിൽ അത് മാത്രമേ ഉള്ളൂ. സിനിമാല ടീം അല്ലേ?
ഏറ്റവും അടുത്തൊരു സുഹൃത്തല്ലേ സുബി? അതെ. ഫസ്റ്റ് നമ്മുടെ ഈ വീട് വന്നിട്ട് വീഡിയോ ചെയ്ത് അല്ലെ എന്താ ഹോം ടൂർ ചെയ്തേക്കുന്നതും സുബി തന്നെയാണ്. സുബി തന്നെയാണ്. ഇതും ഒരു ഞങ്ങളോട് ഇഷ്ടമുള്ള ഒരാള് ഫേസ്ബുക്കിൽ അയച്ചതാണ്. ഓ, ഫേസ്ബുക്കിൽ അയച്ചെന്നാണത്. പിഷാരടി ചേട്ടനും ധർമ്മജ ചേട്ടനും കൂടെ ഇരിക്കുന്നത്. നിങ്ങളാണല്ലോ ഭയങ്കര സൂപ്പർ കോംബോ. പിഷാരടി സമ്മാനിച്ച ആനക്കുട്ടി. ചേട്ടന്റെ ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഹാൻഡിൽ ചെയ്യണത് ചേട്ടൻ തന്നെയാണോ? അല്ല, ചിലപ്പോ പിള്ളേരുടെ പിന്നെ എൻ്റെ സുഹൃത്തുണ്ട്. സുഹൃത്തുണ്ട് അല്ലേ. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പൊ ഇവിടെ നായരമ്പലത്ത് പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് ഉദ്ഘാടനം ചെയ്തു അല്ലേ? ദേ സിക്സർ അടിച്ചെന്നൊക്കെ പറഞ്ഞാണ് ഇട്ടേക്കുന്നത്. ശരിക്കും സിക്സർ അടിച്ചാ? ക്രിക്കറ്റ് കളിക്കുന്ന ആളാണോ? ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ഇപ്പൊ കുറച്ചാളായിട്ട് കൈക്കൊക്കെ ഒരു ചെറിയ പ്രശ്നം വന്ന കാരണം കളിക്കാറില്ല. ഉദ്ഘാടനം ചെയ്യുമ്പോ ഇപ്പൊ വെറുതെ അടിച്ചതാണ്. അടി ശരിക്കും സിക്സർ പോയോ? പോയി. ശരിക്കും? പിന്നെ ആണോ? ഞാൻ വിശ്വസിച്ചില്ലട്ടാ. ഞാൻ വിചാരിച്ചു ബോൾട്ട് വന്ന് പറഞ്ഞു അല്ലെങ്കിൽ അടിക്കാൻ പറ്റില്ല, സ്റ്റമ്പ് തെറിച്ചു പോയാൽ. എന്തായാലും ഇതിന് സിക്സർ അടിച്ചു. പിന്നെ ഇതിനകത്ത് എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതാണ് ഞാൻ ഇതുവഴി ചോദിക്കുന്നത്. ഇതുപോലെയുള്ള ഫോട്ടോസ് ഇട്ടപ്പോൾ ഒരു ഫോട്ടോയിൽ ഒരു കമന്റ് ഇതിങ്ങനെയാണ്, ക്യാപ്ഷൻ നല്ല അടിപൊളി ക്യാപ്ഷൻസ് ആണ്. നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ, അടിപൊളി ക്യാപ്ഷൻസാ. ഈ ക്യാപ്ഷൻ പിഷാരടി പറഞ്ഞതെന്നായിരിക്കും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ക്യാപ്ഷൻ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലേ? എന്റെ ക്യാപ്ഷനൊക്കെ ഞാൻ തന്നെയാണ് സ്വന്തമായിട്ടാണ്. ആദ്യം ക്യാപ്ഷൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല, പതിവൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഇടുകയാണെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കും ഇടുന്നത്. പിഷാരടി ശിഷ്യനാണോ? ആരാണ് നിങ്ങൾ ശിഷ്യൻ ഗുരു? ഞാൻ അങ്ങനെ ഒരു ക്യാപ്ഷൻ കണ്ടു. സീനിയർ ഞാനാണ്. കണ്ട, ഡിപ്ലോമാറ്റിക് ആയിട്ട് ഉത്തരം പറഞ്ഞു കളഞ്ഞ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഊഹിക്കാന്ന് അല്ലേ? ആശാൻ ശിഷ്യൻ ബന്ധമൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ. ഇത്രയും കൂടി സീനിയർ വന്നത് ഞാനായിരിക്കും. ആണ്. രണ്ടുപേരും ഒരേ കാലഘട്ടത്തിലല്ലേ വന്നത്? കൂടുതൽ പ്രോഗ്രാം ചെയ്തത് അവനാണ്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഏത് തരത്തിൽ വേണമെങ്കിലും എടുക്കാം. ഒന്നുമില്ല, എന്നെക്കാട്ടി നല്ല കലാകാരനും അവൻ തന്നെയാണ്. എപ്പോഴും ചില സമയത്തൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതായത് പിഷാരടി ചേട്ടൻ ഇങ്ങനെ വന്ന് ധർമ്മജനം അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വാരാറുണ്ട്, കളിയാക്കാറുണ്ട് അല്ലെ? തമാശയൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ തമാശ പിഷാരടി ചേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ നമ്മളൊക്കെ ചിരിക്കുമായിരിക്കും, പക്ഷെ ധർമ്മജേട്ടൻ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുമായിരിക്കും. തമാശകൾ കേൾക്കുമ്പോൾ അങ്ങനെ പൊട്ടിച്ചിരിക്കണ ഒരു ധർമ്മജേട്ടനെ ഞാൻ കണ്ടിട്ടില്ല. പൊട്ടിയൊക്കെ ചിരിക്കും, അതേപോലെ തമാശ കേൾക്കണം. അവന്റെ തമാശ ഒന്നും കേട്ടാ എനിക്ക് പൊട്ടിച്ചിരി വരില്ല. പാവം ഫിഷു. ഇങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? തമാശ കണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമഡി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നസെന്റ് ഏട്ടനാണ്. ഇന്നസെന്റ് ഏട്ടന്റെ തമാശ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കും. അതിപ്പോഴും എത്ര പ്രാവശ്യം കണ്ടതായാലും പൊട്ടിച്ചിരിക്കും. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കോമഡി ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ശ്രീനിവാസൻ സാറിന്റെ കോമഡി ഭയങ്കര കുറെ കൂടി ഡെപ്തുള്ള കോമഡിയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ രണ്ടുപേരാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുള്ളത് കൊണ്ടാണ്. പിന്നെ എന്തോരം പേരുണ്ട് നമ്മുടെ ഇഷ്ടംപോലെ ചിരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ശ്രീനിവാസൻ സാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഏതായിരുന്നു അത്? ഞാൻ ദൃശ്യക്ക് സംവിധാനം ചെയ്തൊരു പടമുണ്ട്, അതിലാണ് ഞാൻ അഭിനയിച്ചത്. ഒരുമിച്ച് അഭിനയിച്ചു. മെറാന ഷാജി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ അമ്മയുടെ ഷൂട്ടിങ്ങിന് പോയപ്പോ വയ്യ, എന്നാലും എന്നെ കണ്ടോടി വന്നിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു, കല്യാണം കഴിച്ചതൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മക്കളുടെ രണ്ടുപേരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ധ്യാന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുമല്ലോ. പോസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് പറയണവരുണ്ടാവും, നെഗറ്റീവായിട്ട് പറയണവരൊക്കെ ഉണ്ടാവും. നെഗറ്റീവായിട്ട് പറയണവരെ കൂടുതലും അതാണ് കൂടുതൽ. അതാണ് നമ്മുടെ അനുഭവം അല്ലേ? അപ്പൊ പിന്നീട് വേണ്ട, ഇനി എനിക്ക് സോഷ്യൽ മീഡിയ വേണ്ട, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഏട്ടൻ? സോഷ്യൽ മീഡിയ ഇപ്പൊ എനിക്ക് വലിയ താല്പര്യമില്ലാത്തതാണ് ഈ വാട്സപ്പ് എന്നൊക്കെ പറഞ്ഞാല്. പക്ഷെ വാട്സപ്പ് വളരെയധികം സഹായിക്കുന്ന കുറെ ഞങ്ങൾ കുറെ സംഘടനയൊക്കെ ഉണ്ടല്ലോ. മിമിക്രി ആർട്ടിസ്റ്റ് സംഘടനയുണ്ട്. അമ്മയുടെ ഒരു ഏതൊക്കെ ഇടവേള വായിച്ചിട്ട് അയച്ചു തന്നത് വാട്സപ്പിലൂടെയാണ്. പിന്നെ റൈറ്റൽ നമ്മുടെ സംഘടനയുണ്ട്. പിന്നെ നമ്മുടെ ഒരു നാട്ടിലൊരു ക്ലബിന്റെ കാര്യങ്ങളുണ്ട്. അങ്ങനെ വളരെ കുറെ കാര്യങ്ങൾ എല്ലാ ദിവസവും ഈ ഗുഡ് മോർണിംഗ് പൂവിടല് അതിടല്, പിന്നെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും അപകടം സംഭവിച്ചാലൊക്കെ അറിയണത് കൂടുതലും വാട്സപ്പിലൂടെ. അതുകൊണ്ടാണ് വാട്സപ്പ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്റെ വാട്സപ്പ് എടുത്ത് നോക്കാൻ കുറെ ഉണ്ടാവും, കുറെ വന്ന് കിടക്കും അല്ലേ?
അപ്പൊ അതുകൊണ്ട് തന്നെ വാട്സപ്പ് ഇടുന്ന ആൾക്കാർ വാട്സപ്പ് ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ വാട്സപ്പ് ഇട്ടോ എന്നിട്ട് എന്നെ വിളിച്ച് പറയണമെന്ന് പറയും. കൂടുതലും വിളികളാണ് കൂടുതലും. എന്നിട്ട് ഇട്ടിട്ട് പറയും വാട്സപ്പ് പറഞ്ഞാൽ ഞാൻ നോക്കും. അതാണ്. അല്ലാണ്ട് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊന്നും ഇതുപോലെ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം ഇല്ല. ഒരുപാടില്ല, അത്യാവശ്യത്തിന് മാത്രം. അത്യാവശ്യത്തിന്. കൂടുതൽ ഇഷ്ടം എന്താ? വെറുതെ ഇരിക്കുമ്പോ എന്താ ഇഷ്ടം? മീൻസ് ഷൂട്ടിംഗ് ഇല്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴേ, ചുമ്മാ ഇരിക്കുമ്പോ വീട്ടിലിരിക്കുമ്പോ ഫ്രണ്ട്സിന്റെ അടുത്തും പോവാതെ അല്ലാതിരിക്കുമ്പോ എന്താ ഇഷ്ടം? അല്ലാതിരിക്കുമ്പോ വീട്ടില് ഇരുന്നിട്ട് ഫോൺ നോക്കും, ടി വി കാണും, ബുക്ക് വായിക്കും. വായന ഇഷ്ടമാണ്. വായന ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഒരു ദിവസം പോലും വായിക്കാതിരിക്കില്ല. അതെന്തായാലും വായന എപ്പോഴും ഉണ്ടാവും. വൈഫിനെ എവിടെ വെച്ചാ ഫസ്റ്റ് കണ്ടേ? ഞങ്ങള് ചെറുതിലെ കാണാൻ തുടങ്ങിയതാ. ഞങ്ങള് ഒരു ബന്ധുക്കളും കൂടിയാണ്. അപ്പൊ മരണ വീട്ടിലും കല്യാണ വീട്ടിലൊക്കെ വെച്ച് കാണുമായിരുന്നു. അങ്ങനെ വന്നൊരു ഇഷ്ടമാണ്. അങ്ങനെ വന്നൊരു ഇഷ്ടമാണ്. അവസാനം വിവാഹത്തിൽ കലാശിച്ചു. ഇപ്പൊ രണ്ടാമത് വിവാഹം കഴിച്ചു. മക്കളുടെ പേര് വൈഗ വേദ. വേദ. ഞങ്ങള് അമ്മൂന്നും ആമീന്നും വീട്ടിൽ വിളിക്കും. അതാണ് നിങ്ങളുടെ സന്തോഷകരമായ കൊച്ചു കുടുംബം. അതാണ് നമ്മള് ആർട്ടിസ്റ്റുകളുടെ വീട്ടിൽ ചെല്ലുമ്പോഴേ ഒരുപാട് മെമെന്റോസ് ആയിരിക്കും ഉണ്ടാവണേ. പക്ഷെ ചേട്ടനിവിടെ കുറച്ചല്ലേ വെച്ചിട്ടുള്ളൂ. കുറെ വെള്ളപ്പൊക്കത്തില് വലിച്ചു പോയി, 2010 വെള്ളപ്പൊക്കത്തില്. പിന്നെ മൊമെന്റോസ് എന്ന് പറഞ്ഞാലേ ഇത് അത്യാവശ്യം എനിക്ക് കിട്ടിയിരിക്കുന്ന സിനിമകളുടെയാണ്. ഇപ്പൊ ഉഷാരടി സംവിധാനം ചെയ്ത പടത്തിന്റെ 75-ാം ദിവസം, ഇത് പഞ്ചവർണ്ണ തത്ത എന്ന് പറയുന്ന സിനിമ, അത് ഓർഡിനറി സിനിമയുടെ, മറ്റേത് മൈ ബോസ്, പിന്നെ ദിലീപേട്ടന്റെ പടത്തിന്റെ തന്നെ ഇവിടെ ഇത് സൗണ്ട് തോമ അവിടെ അതിന്റെ ഉള്ളിൽ പ്രേതം സിനിമയുടെ, അങ്ങനെ അവിടെയൊക്കെ ആയിട്ട് ആട് 2, പിന്നെ പുണ്യാളൻ എല്ലാം ഉണ്ട്. അതെന്താന്ന് വെച്ചാല് ഇപ്പോഴത്തെ കാലത്ത് 2 ആഴ്ചക്കല്ലേ സിനിമ ഓടുന്നുള്ളൂ, അത് ഓടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ മൊമെന്റോന്റെ പരിപാടി ഇപ്പൊ ഇങ്ങും ഇല്ല. അതുകൊണ്ട് അത് നമ്മള് ആ സമയത്തൊക്കെ അഭിനയിച്ചപ്പോ 100-125 ദിവസമൊക്കെ കട്ടപ്പന ഋതിക് റോഷനൊക്കെ 125 ദിവസമൊക്കെ ഓടിയന്റെ അങ്ങനത്തെ മൊമെന്റോ അങ്ങനത്തെ ഇല്ല. 100 ദിവസം 101 ദിവസം ഒന്നും ഓടുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ പുതിയ ആൾക്കാർ വരാൻ നേരത്ത് അവർക്ക് ഇതേപോലത്തെ 101 ദിവസം വെക്കാനൊക്കെ ആയിട്ട് കിട്ടും. പിന്നെ ബാക്കി കിട്ടുന്നെന്ന് പറഞ്ഞാല് നമുക്ക് ഈ ഉദ്ഘാടനത്തിനൊക്കെ പോകാൻ നേരത്ത് ഓരോരുത്തർ തരുമല്ലോ, അത് ചിലപ്പോൾ 1000 രൂപ 500 രൂപയൊക്കെ ഇതായിരിക്കും. ഒരു പൊന്നാടയും ഉണ്ടാവും. ഇത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മള് 75,000 രൂപ ഷെൽഫ് പണിയണം. അപ്പൊ അതുകൊണ്ട് അതില് ഇല്ല. പിന്നെ അവിടെ കേട്ടുണ്ട്, മേളിലൊക്കെ ഇട്ട് കുറെയൊക്കെ താഴ്ത്തുണ്ടായത് പറഞ്ഞ പോലെ വെള്ളപ്പൊക്കവും കൊണ്ടുപോയിട്ടുണ്ട്. വെള്ളപ്പൊക്കം ഇവിടെ നന്നായിട്ട് ബാധിച്ചല്ലേ. പിന്നെ കുറെയൊക്കെ ഈ ഇതിലെടുത്ത് പോവില്ലേ, കളറൊക്കെ പോയി ഒക്കെ മാറ്റി. അപ്പോൾ ചേട്ടൻ ഇനിയും പുതിയ സിനിമകളായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ്. പ്രൊമോഷനൊക്കെ വരാൻ പോകുന്നു. അപ്പോൾ എല്ലാം നന്നായിട്ട് നടക്കട്ടെ, സിനിമകളൊക്കെ വിജയിക്കട്ടെ. കൂടുതൽ നമ്മൾ ഒരുപാട് ഓർത്തിരിക്കുന്ന, ഞങ്ങളെ കുറേ ചിരിപ്പിച്ചിട്ടുള്ള, നമ്മളെല്ലാം ഒരുപാട് നമ്മൾ ആസ്വദിച്ച് കാണുന്ന സിനിമകൾ എടുത്താൽ അതിലൊക്കെ ധർമ്മചേട്ടനുണ്ട്. അപ്പം അതുപോലെയുള്ള മൂവീസൊക്കെ ഇനിയും വരട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു. ഞങ്ങൾക്കും ഈ ഒരു ദിവസം തന്നതിന് ഒത്തിരി സന്തോഷം. താങ്ക് യു.